രണ്ടു വട്ടം കല്യാണം കഴിച്ചു, രണ്ടും പരാജയം. ഇപ്പോൾ മൂന്നാമതൊന്ന് കല്യാണം കഴിച്ചു, മലയാളി പെണ്ണ്. അതും നല്ലൊരു കുടുംബം നോക്കി നടത്തിയ വിവാഹമാണ്. ഇത്തവണ എനിക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ കുറെ വർഷങ്ങൾ ജീവിക്കണം. ഇത്തവണ മുരുകൻ എന്നെ തുണയ്ക്കണം. ബാലയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്ന പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിനിരയായ ആളാണ് ബാല. ആ ആളു തന്നെ പെണ്ണ് കേസ് സിനിമയുടെ പ്രൊമോഷൻ വീഡിയോകളിൽ നിറയുമ്പോൾ സ്വയം ട്രോളിയാണ് ബാലയും സിനിമയുടെ ഭാഗമാകുന്നത്. രണ്ടു വട്ടം കല്യാണം കഴിച്ചു, രണ്ടും പരാജയം. ഇപ്പോൾ മൂന്നാമത് ഒന്നും കൂടി. മലയാളി പൊണ്ണ്. വലിയ കുടുംബത്തിൽ നിന്നുമാണ്, കൂടെ നിൽക്കണം മുരുക എന്ന പ്രാർത്ഥനയോടെയാണ് ബാലയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോൾ മാമന്റെ മകളെയാണ് ബാല വിവാഹം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 ബന്ധങ്ങളും വിവാഹമോചനത്തിൽ എത്തിയിരുന്നു. അതിൽ 2 പേരും മലയാളികളായിരുന്നു എന്നത് മിക്കവർക്കും അറിയുന്നതുമാണ്. ഏറെ നാളായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ബാല മികച്ചൊരു കംബാക്കിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. അതേസമയം നിഖില വിമൽ നായികയായ പെണ്ണ് കേസ് മൂവിക്ക് മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പല നാടുകളിൽ ചുറ്റി പല വിവാഹങ്ങൾ ചെയ്ത് അന്നു രാത്രി തന്നെ സ്വർണവും പണവുമായി മുങ്ങുന്ന യുവാക്കന്മാരുടെ കഥകൾ പത്രമാധ്യമങ്ങളിൽ നിറയുന്നതിന്റെ ഇടയിലാണ് പണവുമായി മുങ്ങുന്ന യുവതിയുടെ കഥ രസകരമായി സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഈ കഥ അവിശ്വസനീയമായി തോന്നാമെങ്കിലും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ സിനിമയെന്നും റിവ്യൂസിൽ നിന്നും വ്യക്തമാണ്. രോഹിണി എന്നാണ് നിഖിലയുടെ കഥാപാത്രത്തിന്റെ പേര്. നിഖില തന്നെ ബിന്ദുവിനെയും അഡ്വക്കേറ്റ് ദുർഗയെയും ജാൻസിയെയുമെല്ലാം അവതരിപ്പിച്ചാണ് കയ്യടി നേടുന്നത്.